ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 3. ഒരുത്തനെ പറഞ്ഞു വിടുമ്പോഴത്തെ സീക്രട്ട് നമ്പർ 3. ഇറ്റ്സ് നോട്ട് യു, ഇറ്റ്സ് നോട്ട് യു, ഇറ്റ്സ് മീ. ഇറ്റ്സ് നോട്ട് യു, ഇറ്റ്സ് മീ. ഒരാളെ പറഞ്ഞു വിടുന്ന സമയത്ത് അവൻ തെറ്റ് ചെയ്താൽ പോലും നീ ഇന്ന കാര്യം ചെയ്തതുകൊണ്ട് നിന്നെ പറഞ്ഞു വിടുന്നു എന്ന് പറയരുത്. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഡോണ്ട് മേക്ക് ഇറ്റ് ഓൺ ദം, മേക്ക് ഇറ്റ് ഓൺ യു. നിന്റെ പ്രശ്നമല്ല, എൻ്റെ കോർ വാല്യൂ ഇതായതാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് അത് എൻ്റെ പ്രശ്നമാണ്, നിൻ്റെ അല്ല. ഓക്കെ, ഈ വാല്യൂസ് എന്ന് പറയുന്ന പലർക്കും പലതാണല്ലോ. ഓക്കെ, എനിക്ക് അത് പറ്റത്തില്ല, എൻ്റെ കുഴപ്പമാണ് അത്. അവനോട് എന്ത് പറയണം? അവർ കമ്പനി ഈസ് നോട്ട് ഗുഡ് ഫോർ യു. നിന്നെ ഈ കമ്പനിക്ക് വേണ്ടെന്നല്ല, എൻ്റെ കമ്പനി നിനക്ക് പറ്റിയതല്ല. അവർക്ക് താങ്കൾക്ക് പറ്റിയതല്ല എൻ്റെ കമ്പനി. ചിരിച്ചോ മോനെ, നിൻ്റെ കുഴപ്പമല്ല, എല്ലാം സാറിൻ്റെ കുഴപ്പമാണ്, എല്ലാം എൻ്റെ കുഴപ്പമാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒരു ടെർമിനേഷനും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. വളരെ തന്മയത്വത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് ഫയറിങ്, പറഞ്ഞു വിടുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ അതുകൊണ്ട് എഴുതിക്കോ, യു ആർ ഫയേർഡ് എന്നൊരു വാക്ക് വേണ്ട. എന്ത് തെറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, യു ആർ ഫയേർഡ്, യു ആർ ടെർമിനേറ്റഡ് എന്നൊരു വാക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ട. അത് ഭയങ്കര ഈഗോ ഹേർട്ട് ചെയ്യിക്കും അവരുടെ. പറ്റുന്നത്ര അവൻ പണി തരും. ഒരു കാര്യം അറിയോ, നമ്മൾ പല രീതിയിൽ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് പല സെറ്റിങ്സുകളും കാണും. നിങ്ങൾക്ക് തോന്നുന്നോ നമ്മളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്? നോവിച്ചു വിടുന്നത്, കൂടെ നിന്നവനെ നോവിച്ചു വിടാൻ പാടില്ല. ചാണക്യനെ പോലെ ബിസിനസ്സിൽ കളിച്ചോ. കൂടെ നിന്നവന് സെൻഡ് ഓഫ് കൊടുത്ത് സന്തോഷത്തോടു കൂടി വേണം പറഞ്ഞു വിടാൻ. ഇല്ലെങ്കിൽ ഒരുത്തൻ വിചാരിച്ചാൽ മതി കഞ്ഞൂടി മുട്ടാൻ, വൻ പണിയായിരിക്കും. അതുകൊണ്ട് ഒരുത്തനെ വെറുപ്പിക്കരുത്. യു ആർ ഫയേർഡ് എന്നൊരു വാക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ട. മനസ്സിലാവുന്നോ? ഇത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ടീമിൻ്റെ മൊറാലിറ്റി, ആറ്റിറ്റ്യൂഡൊക്കെ ഉയർത്തത്തതേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ ഒരിക്കലും അതിനൊരു ദോഷം വരത്തില്ല. ഇനി എങ്ങനെയാണ് ഒരു എംപ്ലോയി ഡിപ്പാർച്ചർ അനൗൺസ് ചെയ്യേണ്ടത്? എങ്ങനെ മറ്റുള്ളവരെ, നമ്മളൊരാൾ പോകുമ്പോൾ ഒഫീഷ്യലായിട്ട് എൻ്റെ സ്റ്റാഫിനെ അറിയിക്കണം. എഴുതിക്കോ, അതിനുള്ള ഒരു സിസ്റ്റം എഴുതിക്കോ. എ സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ സിസ്റ്റം കൊണ്ടുവരണം. സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ, ഇമെയിൽ, സ്റ്റാഫ് അനൗൺസ്മെൻറ്റ്. എന്താ അതിൻ്റെ പേര്? സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ, സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ. ഇത് നമ്മളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരണം. അപ്പം എന്ത് ചെയ്യണം? ഇപ്പം അഖിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്. അഖിൽ നമ്മുടെ അടുത്തുനിന്ന് പോവുകയാണ്. അപ്പം ഞാനൊരു സ്റ്റാഫ് അനൗൺസ്മെൻറ്റ് മെയിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ടീമിന് അയക്കുക. അയക്കുന്നതിൻ്റെ അകത്ത് എന്തൊക്കെ വെക്കുന്നുണ്ട്? അഖിലിൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് എഴുതിക്കോ. ആ ഫോർമാറ്റ് ഒന്ന് എഴുതിക്കോ. ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ് അഖിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. 2 ഡെസിഗ്നേഷൻ. എന്തായിരുന്നു അഖിലിൻ്റെ ഡെസിഗ്നേഷൻ? അതോടൊപ്പം നമ്മൾ ആദ്യം എഴുതുന്നത് അഖിലും നമ്മളും കൂടെ ഒന്നിച്ച് നിന്നിരുന്ന ഒരുപാട് സമയമുണ്ട്. ഈ തുടക്ക സമയത്ത് ഈ ഹണിമൂൺ പീരീഡ് എന്ന് പറയും. ആ സമയത്ത് ഒരുപാട് നല്ല സമയങ്ങൾ നമുക്കുണ്ടായിരുന്നു. അഖിൽ കാരണം നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ ഇതായിരിക്കണം മെൻഷൻ ചെയ്യുന്നത്. എന്ത്? ഗുഡ് ടൈംസ് വിത്ത് ദാറ്റ് എംപ്ലോയി. കമ്പനിക്ക് വേണ്ടി ആ എംപ്ലോയി തന്നിട്ടുള്ള മഹത്തായ ഇൻപുട്സ് അതിനെ മെൻഷൻ ചെയ്യണം. ഓൾ ദ ഗ്രേറ്റ് ടൈം സ്പെൻഡ് ടുഗദർ. അഖിലിൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം. അഖിലിൻ്റെ നേട്ടങ്ങൾ, അഖിൽ കാരണം കമ്പനിക്കുണ്ടായ നേട്ടങ്ങൾ അതിൽ മെൻഷൻ ചെയ്യണം. കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ടഫ് ടൈം. കമ്പനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ആ എംപ്ലോയി നമുക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ ആ മെയിലിൽ മെൻഷൻ ചെയ്യണം. എന്നിട്ട് നമ്മളിപ്പം അഖിൽ പോവുകയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അഖിലിനെ പറഞ്ഞു വിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നൈസ് അനാലിസിസ് നടത്തണം. NICE, നൈസ്, നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ ആൻഡ് എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നമ്മൾ അഖിലിനോട് ചോദിക്കുക, അഖിലെ എന്താണ് അഖിലിൻ്റെ അടുത്ത എക്സ്പെക്റ്റേഷൻ? അപ്പോൾ അഖിലിങ്ങനെ ചുമ്മാ എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ കൂടെ ഒന്ന് കാനഡ പോയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെയിലിൻ്റെ അകത്ത് അടുത്ത പാരഗ്രാഫിൽ എന്താ എഴുതുന്നത്? അഖിൽ ഈസ് ഗോയിങ് ടു ജോയിൻ ഹിസ് ബ്രദർ ഇൻ കാനഡ, കൺഗ്രാറ്റുലേഷൻസ്. ഈസ് ഗോയിങ് ടു ജോയിൻ ഹിസ് അങ്കിൾസ് കമ്പനി, അല്ലെങ്കിൽ പണ്ട് ചെയ്തിരുന്ന ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ അഖിൽ.
എന്നും പറഞ്ഞിട്ടായിരിക്കും ഈ മെയിലിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. സോ ഇന്ന ആൾക്ക് പകരം, അപ്പം നമ്മൾ പറയാണ് അഖിലിന് പകരം അരുണായിരിക്കും ഇന്ന് മുതൽ തൽക്കാലത്തേക്ക് ആ ചാർജ് ഏറ്റെടുക്കുന്നത്. ഈ മെയിലിൻ്റെ അകത്തെ പോയിന്റുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ ആളിന് പകരം ഇന്ന ആളായിരിക്കും ചാർജ് ഏറ്റെടുക്കുന്നത്. ഇതാണ് എംപ്ലോയി അനൗൺസ്മെൻറ്റ് മെയിൽ. ആര് ജോയിൻ ചെയ്താലും ആരെ പറഞ്ഞു വിട്ടാലും ഇങ്ങനൊരു മെയിൽ സിസ്റ്റം കൊണ്ടുവരണം. ഇത് കിട്ടുമ്പോൾ, ഇത് കാണുമ്പോഴത്തെ അവൻ്റെ ഒരു മനസ്സൊന്ന് ആലോചിച്ച് അവൻ ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്, കോവിഡ് സമയത്ത്, ആ ലോക്ക്ഡൗൺ സമയത്ത് അഖില് സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ. ഇതൊക്കെ കാണുമ്പോഴത്തെ ഇങ്ങനെ നന്ദിയുള്ളവനാ. പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവൻ പോലും തണുക്കും. ഇതാണ് ഗ്രേസ്ഫുൾ എക്സിറ്റ് എന്ന് പറയുന്നത്. ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 6. ടെർമിനേഷൻ സീക്രട്ട് നമ്പർ 6. Retrain your employees. Retrain your employees. ഈ പറഞ്ഞ കോർ വാല്യൂസ് മാച്ചായ ഒരു എംപ്ലോയിയെ നമുക്ക് കിട്ടി. ഓക്കെ, കോർ വാല്യൂസ് മാച്ചായി. അപ്പോൾ നമുക്ക് ആ എംപ്ലോയീസിനെ ഒന്നുകൂടെ ഒന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. നമുക്ക് 4 തരം എംപ്ലോയീസ് നമ്മളുടെ കൂടെ വരുന്നു. ഒന്ന്, എ ടൈപ്പ് എംപ്ലോയീസ്. ഇവരെന്താണ്? ഇവരുടെ സ്കില്ലും ഹൈ ആണ്, ഇവരുടെ പെർഫോമൻസും ഹൈ ആണ്. ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക? ഇടപെടാനേ പോരുത്, വിട്ടേക്ക്. ലെറ്റ് ദം ഡു ദെയർ ജോബ്. ഇവൻ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, അവന് സ്കില്ലും ഉണ്ട്, ഇടപെടരുത്. ലെറ്റ് ദം ഡു ദെയർ ജോബ്. നമ്മൾ ആ കാര്യത്തിൽ ഇടപെടാനേ പോരുത്. ഓക്കെ. രണ്ടാമത്തതാണ്, സ്കില്ല് കുറവാണ് പക്ഷെ പെർഫോം ചെയ്യും. ഓക്കെ, സ്കില്ല് കുറവാണ് പക്ഷേ എന്തുണ്ട്, ഇവൻ എന്തിനും തയ്യാറായി നിൽക്കുന്ന ആ വളരെ ലോയലായിട്ടുള്ള എംപ്ലോയിയാണ്. മുതലാളിക്ക് വേണ്ടി ചാകും. ഇവൻ്റെ പ്രശ്നം എന്താ? ഇവന് സ്കില്ല് കുറവാണ്. മൂന്നാമത്തതുണ്ട് സി ആണ് ക്യാൻസർ. ഇവൻ അത്യാവശ്യം പെർഫോം ചെയ്യും പക്ഷേ സ്കില്ലും ഉണ്ട്, പക്ഷേ ഇവൻ്റെ പ്രശ്നം എന്താ? ഇവൻ ക്യാൻസറാണ്. നാലാമത്തതാണ് ഡി എന്താണ്? സ്കില്ലും ഇല്ല, പെർഫോമൻസും ഇല്ല, ഇവൻ പുറത്തേക്ക് പോകണം. ഇവനാണ് ലൂസർ. ഇവൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? ഇവന് സ്കില്ല് കുറവാണ് പക്ഷെ ഇവൻ എന്തുകൊണ്ടാണ് ബി ആയേ? ഇവൻ നമ്മുടെ കോർ വാല്യൂസ് ഒക്കെ പാലിക്കുന്നുണ്ട്. ഇവൻ എന്താ? കോർ വാല്യൂസ് പാലിക്കുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. കോർ വാല്യൂസ് പാലിക്കുന്നു പ്ലസ് പെർഫോമൻസും ഉണ്ട്, സ്കില്ലും ഉണ്ട്. ഇവൻ എന്താ പ്രശ്നം? കോർ വാല്യൂസ് ഒക്കെ പാലിക്കുന്നുണ്ട്, മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റാൻ നോക്കി, പക്ഷെ ഇവൻ എന്തില്ല? എവിടെ ഒരു സ്കിൽ പ്രോബ്ലം ഉണ്ട്. ഇവനെ എന്ത് ചെയ്യുക? യു ഹാവ് ടു ട്രെയിൻ ഹിം. കോർ വാല്യൂസ് അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രോബ്ലത്തിനല്ല ട്രെയിനിങ്, സ്കില്ലിനാണ് ട്രെയിനിങ്. ശ്രദ്ധിച്ച് കേട്ടോണം. അവൻ ഡിസിപ്ലിൻ അല്ലാത്തതിനോ, അവൻ നമ്മളുടെ കോർ വാല്യൂസിലെ കോച്ചബിൾ അല്ലാത്തതിനോ ആക്ഷൻ എടുക്കുക, ഇതിനൊന്നുമല്ല അവൻ്റെ ട്രെയിനിങ്. അവൻ്റെ സ്കില്ലിനാണ് ട്രെയിനിങ്. കോർ വാല്യൂസ് പാലിക്കുന്നവർക്കാണ് ട്രെയിനിങ്. എൻ്റെ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കരുത്, കോർ വാല്യൂസ് പാലിക്കുന്നവന് ട്രെയിനിങ് കൊടുക്കണം. അപ്പം എന്തുണ്ടായി? ഇവൻ്റെ സ്കില്ലും കൂടി. ഇവൻ ഓൾറെഡി കോർ വാല്യൂ പാലിക്കുന്നവനാണ്. ഇവൻ ആരായി മാറും? നാളെ എ കാറ്റഗറി. അങ്ങനെ കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ പേരാണ് PIP. എഴുതിക്കോ, PIP. എന്താണ് PIP? പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ. പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ. ഇത് വലിയ വലിയ കമ്പനികൾ ചെയ്യുന്ന ഫോർമാറ്റാണ്. അവരുടെ കോർ വാല്യൂസ് പാലിക്കുന്ന എംപ്ലോയീസിനെ കണ്ടെത്തി അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി പല സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിനും വിടും. അതാണ് PIP, പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ. ഇത് ആർക്കുള്ളതാ? ഓൺലി ഫോർ ദോസ് ഹു ഫോളോ കോർ വാല്യൂ. മസ്റ്റായിട്ട് എല്ലാവരുടെയും കോർ വാല്യൂസിൽ ആഡ് ചെയ്യേണ്ടതാണ് കോച്ചബിൾ അല്ലാത്ത ഒരു എംപ്ലോയി നമ്മുടെ കൂടെ വേണ്ട. അതുകൊണ്ട് കോച്ചബിൾ അല്ലാത്ത ഒരുത്തനെയും ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറ്റത്തില്ല. എൻ്റെ കമ്പനിയിലോ എനിക്ക് അങ്ങനെയുള്ളവരുമായിട്ട് ഒരു ബന്ധവുമില്ല. എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ പോലും ഇല്ല അങ്ങനെയുള്ളവർ. നിങ്ങളും അങ്ങനെയായിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ ഇവനെ ട്രെയിൻ ചെയ്തെടുത്ത് നമുക്ക് മികച്ചതാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്നും ഇവൻ ഒരേ ലെവലിൽ നിൽക്കും. എന്താണ് പ്രശ്നം? ഇവരുടെ കുഴപ്പമല്ല, നമ്മൾ വളരുന്നതാണ് യഥാർത്ഥ പ്രശ്നം. കാരണം ഒരു സമയത്ത് ഇവരും നമ്മളും ഒരേ ലെവലിൽ നിൽക്കുന്നവരാ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പതുക്കെ നമ്മൾ ലെവലപ്പ് ആകുന്നുണ്ട്, അല്ലേ വിനോദേട്ടാ? പതുക്കെ. പക്ഷെ അപ്പോഴും ഇവൻ ഇവിടെ തന്നെ നിൽക്കുക. അപ്പം നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് ഇവൻ വരുന്നില്ല. അപ്പം ഇവനെ കുറ്റപ്പെടുത്തുക. സത്യത്തിൽ അവൻ്റെ കുഴപ്പമാണോ? നമ്മൾ വളർന്നത് നമ്മളുടെ കുഴപ്പമാണ്.
പാവം പിടിച്ചവൻ അന്നും ഇന്നും ഒരുപോലെ. സത്യം. അവൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം. ഈ ഗ്യാപ്പാണ് നമ്മൾ വളരുമ്പോൾ എക്സിസ്റ്റിംഗ് ടീമുമായിട്ട് നമുക്കുണ്ടാവുന്നത്. എന്തിനാണ് ട്രെയിനിങ്? ഈ ഗ്യാപ്പ് വരാതെ പരമാവധി ഇവനെയും കൂടെ നമ്മളുടെ കൂടെ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നതാണ് PIP. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും ഇവൻ്റെ തലയിൽ കയറത്തില്ലെന്നേ. So PIP is applicable only for those who match our core values. പോളിസി വയലേഷനോ കോർ വാല്യൂ വയലേഷനോ അല്ല PIP. സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ആ സ്കിൽ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്കിൽ മേക്സ് ബിസിനസ് ഗ്രോ. നമ്മളുടെ ടീമിൻ്റെ സ്കില്ലാണ് നമ്മളുടെ ബിസിനസ്സിനെ വളർത്തുന്നത്. സോ ഇൻവെസ്റ്റ് ഇൻ ദാറ്റ് സ്കിൽ. അതിൻ്റെ പേരെന്താ? PIP.